അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്, രണ്ടും ആൽക്കൈൻസ് പ്രൊപ്പൈനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് അസിഡിറ്റി ഓഫ് ആൽക്കൈൻ എന്നുള്ള ടോപ്പിക്കിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കാം, 2 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എഴുതി നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നു 1 mole ഓഫ് പ്രൊപ്പൈൻ റിയാക്ട് വിത്ത് എക്സസ് എമൗണ്ട് ഓഫ് സോഡിയം ടു ലിബറേറ്റ് ½ mole ഓഫ് ഹൈഡ്രജൻ. നമുക്ക് വേണമെങ്കിൽ റിയാക്ഷൻ എഴുതി നോക്കാം. പ്രൊപ്പൈൻ, ഞാൻ ഇയാളെ സോഡിയത്തിന്റെ കൂടെ ട്രീറ്റ് ചെയ്യുന്നു. സോഡിയം എന്ത് ചെയ്യുന്നറിയോ, ടെർമിനൽ ആൽക്കൈനിലുള്ള ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, ടെർമിനൽ ആൽക്കൈൻസ് ആർ അസിഡിക്. ഓക്കെ, ആൽക്കൈൻ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആൽക്കൈൻ എന്നുള്ള ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് അസിഡിറ്റി ഓഫ് ആൽക്കൈൻസ്. ആൽക്കൈൻസ് അസിഡിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് സോഡിയം ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. സോഡിയം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. സോ CS3C ട്രിപ്പിൾ ബോണ്ട് CNA എന്നൊരു സോൾട്ടും ഹൈഡ്രജൻ ലിബറേറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 1 mole പ്രൊപ്പൈൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ½ mole ഹൈഡ്രജൻ ലിബറേറ്റ് ആവുന്നു എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് തികച്ചും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 4 gram ഓഫ് പ്രൊപ്പൈൻ റിയാക്ട് വിത്ത് NaNH2 ടു ലിബറേറ്റ് അമോണിയ വിച്ച് ഓക്യുപ്പൈ 224 ml at STP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതും ഈ രണ്ടാമത് നിന്നിരിക്കുന്ന റിയാക്ഷനും ആൽക്കൈൻസിന്റെ അസിഡിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. നമ്മൾ ആദ്യമേ പ്രൊപ്പൈൻ എടുക്കുന്നു, ഞാൻ ഇയാളെ NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സംഭവിക്കുന്നത് ഇത് തന്നെ, സോഡിയം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു. ഹൈഡ്രജൻ NH2ന്റെ കൂടെ ചേർന്ന് NH3 ആയിട്ട് ലിബറേറ്റ് ആവുന്നു. സോ എഗെയിൻ നമുക്കിവിടെ എന്ത് കിട്ടാം, ഒരു സോൾട്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 mole അമോണിയയും ലിബറേറ്റ് ആവും, NH3 അല്ലേ. നമുക്ക് നോക്കിയാൽ കാണാം, പ്രൊപ്പൈനിന്റെ മോളിക്കുലാർ മാസ് 40 gram ആണ്. സോ നമ്മൾ 40 gram പ്രൊപ്പൈൻ റിയാക്ട് ചെയ്താൽ നമുക്കിതേ 1 mole അമോണിയ ലഭിക്കും. 40 gram പ്രൊപ്പൈൻ റിയാക്ട് ചെയ്താൽ 1 mole അമോണിയ നമുക്കിവിടെ കിട്ടും. നമ്മളിവിടെ 4 gram പ്രൊപ്പൈനാണ് റിയാക്ട് ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിംഗ്ലി 0.1 mole അല്ലേ. 40 ഗ്രാമിന് 1 mole ആണെങ്കിൽ 4 gram, അതായത് 40 ഡിവൈഡഡ് ബൈ 10, കറസ്പോണ്ടിംഗ്ലി ഇവിടെ 1 ഡിവൈഡ് ബൈ 10 0.1 mole അമോണിയ ആയിരിക്കും നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ആവുക. 1 മോളിന്റെ വോളിയം അറ്റ് STP നമുക്കറിയാം. 1 mole എന്ന് പറഞ്ഞാൽ 22,400 ml ആണ്. അങ്ങനെയാണെങ്കിൽ 0.1 mole എത്രയുണ്ടാവും, 2240 ml ആയിരിക്കും ഉണ്ടാവുക. സോ 0.1 mole വിൽ ബി 2240 ml. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 224 ml എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഭാഗം തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അമോണിയ ലിബറേറ്റ് ആവും എന്നുള്ളതെല്ലാം ശരിയാണ്. പക്ഷെ 224 ml അല്ല, 2240 ml എന്നാണ് കറക്റ്റായിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, 2 ഈസ് ഇൻകറക്റ്റ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, 2 ഈസ് ഇൻകറക്റ്റ്.